ഹായ് മക്കളെ, ആക്ടിവിറ്റി 4 നാലാമത്തെ ആക്ടിവിറ്റി മുതൽ ആക്ടിവിറ്റി 9 ഒൻപതാമത്തെ ആക്ടിവിറ്റി വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആക്ടിവിറ്റി 1, 2, 3 കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കാണാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 4. സം പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ. മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. ഇവിടെ കോളം എയിൽ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 പിക്ചേഴ്സിനും എ, ബി, സി, ഡി എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. കോളം ബിയിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചു നോക്കി ഏത് പിക്ചറിന് മാച്ചായ സെൻറ്റൻസ് ആണോ അത് ആ പിക്ചറിൻ്റെ ലെറ്റർ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതുക. ഇതുപോലെ ചെയ്യാം. ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസ് വായിച്ചു നോക്കുന്നു. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. കാക്ക ഒരു കൊമ്പിനടിയിൽ കുടുങ്ങുന്നു. കാക്ക കൊമ്പിനടിയിൽ കുടുങ്ങുന്ന ചിത്രം മൂന്നാമത്തേതല്ലേ? സി. അപ്പോൾ ഞാൻ സി എന്നുള്ള അക്ഷരം ഈ ബോക്സിൽ എഴുതി വെക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്, ദ നെസ്റ്റ് ഫെൽ ഡൗൺ. കൂട് താഴെ വീണു. അതേത് ചിത്രമാണ്? ഒന്നാമത്തെ ചിത്രമാണ് അല്ലേ കൂട് താഴെ വീണ് കിടക്കുന്നത്. അപ്പോൾ എ എന്ന് എഴുതാം. മൂന്നാമത്തെ സെൻറ്റൻസ്, ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. മരത്തിൻ്റെ കൊമ്പ് പൊട്ടി താഴെ വീണു. ഏത് ചിത്രമാണത്? ഏത് പിക്ചറാണ്? ഡി അല്ലേ, അവിടെ ഡി എന്ന് എഴുതാം. നെക്സ്റ്റ് ഫോർത്ത് സെൻറ്റൻസ്, റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി കൊമ്പ് പൊക്കിയെടുത്ത് അമ്മ കാക്കയെ രക്ഷപ്പെടുത്തുന്നു അല്ലേ. അപ്പോൾ അതേത് പിക്ചറാണ്? ബി അല്ലേ, ഇവിടെ ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് ഡൗൺ ദ ഇവൻറ്റ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് ഓർഡറിൽ എ ബി സി ഡി എന്ന ഓർഡറിൽ ഇതുപോലെ എഴുതി വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. താഴെ പറയുന്ന സെൻറ്റൻസുകൾ ആര് പറയുന്നതാണെന്ന് കണ്ടെത്തുക. ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്നെ ശല്യപ്പെടുത്തല്ലേ. ഇതാരാണ് പറയുന്നത്? റോക്കി അല്ലേ, അപ്പോൾ ഇവിടെ റോക്കി എന്ന് എഴുതാം. നെക്സ്റ്റ്, ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. എന്നെ വെറുതെ വിടൂ, ഞാൻ സ്ക്വിറൽ അണ്ണാനെ പിടിച്ചോട്ടെ. ആര് പറയുന്നതാണ്? ക്യാറ്റ്. നെക്സ്റ്റ്, ഹെൽപ്പ് മീ. ലാസ്റ്റ് സഹായിക്കൂ എന്ന് പറഞ്ഞ കാരണല്ലേ, ആരാണ്? കാക്ക, ക്രോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ 2 റിഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പീക്കോക്ക് മയിലിനെ കുറിച്ചുള്ള റിഡിലാണ്, മറ്റൊന്ന് വുഡ്പെക്കറിനെ കുറിച്ചുള്ള റിഡിലാണ്. ഇനി അതിൻ്റെ താഴെ 2 ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചിത്രം നോക്കിയിട്ട് റിഡിൽസ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഇനി നമുക്ക് പീക്കോക്കിൻ്റെ റിഡിൽസ് നോക്കാം. പീക്കോക്ക് പറയുകയാണ്, ഐ ഹാവ് ലോങ് ഫെദേഴ്സ്. എനിക്ക് നീളമുള്ള തൂവലുകളുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. ഞാൻ മഴയത്ത് ഡാൻസ് കളിക്കും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ഭയങ്കര സുന്ദരിയാണ്. ഹു ആം ഐ. ഞാൻ ആരാണ്? അപ്പോൾ ഞാൻ ആരാണെന്ന് എഴുതാം. പീക്കോക്ക് അല്ലേ. ഇനി രണ്ടാമത്തെ റിഡിൽ നോക്കാം. മൈ ബീക്ക് ഈസ് സ്ട്രോങ്. എൻ്റെ കൊക്ക് ഭയങ്കര സ്ട്രോങ് ആണ്, ഉറപ്പാണ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഞാൻ മരത്തിൽ കൊത്തും. ഐ ഹാവ് എ ഫെദർ ക്രോൺ. എനിക്കൊരു തൂവൽ കിരീടമുണ്ട്. ഞാൻ ആരാണ്? ഹു ആം ഐ. ഞാൻ ആരാണ്? വുഡ്പെക്കർ അല്ലേ, വുഡ്പെക്കർ. ഇതുപോലെ നമുക്ക് ഡോഗിനെ കുറിച്ചും എലഫൻറ്റിനെ കുറിച്ചുമുള്ള റിഡിൽസ് എഴുതി വെക്കാം. ആദ്യം ഡോഗിനെ കുറിച്ചുള്ള റിഡിൽ നോക്കാം. ഐ ആം എ പെറ്റ് ആനിമൽ. ഞാനൊരു പെറ്റ് ആനിമലാണ്. ഐ ഗാർഡ് യുവർ ഹൗസ്. ഞാൻ നിങ്ങളുടെ വീട് കാക്കുന്നു. മൈ കിഡ് ഈസ് കോൾഡ് പപ്പി. എൻ്റെ കുട്ടിയെ പപ്പി എന്നാണ് വിളിക്കുക. ഹു ആം ഐ. ഞാൻ ആരാണ്? ഡോഗ്. ഇനി എലഫൻറ്റ് എന്താ പറയുന്നത്? എലഫൻറ്റിൻ്റെ റിഡിൽസ് നോക്കാം. ഐ ആം ബ്ലാക്ക് ഇൻ കളർ. ഞാൻ കറുപ്പ് കളറിലാണ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ലാൻഡ്. ഞാൻ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. എനിക്ക് നീളമുള്ളൊരു തുമ്പിക്കൈയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. ഇവിടെ കുറച്ച് ആനിമൽസും അതിൻ്റെ കുഞ്ഞുങ്ങളുടെയും പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. 1 ഈസ് ഡൺ ഫോർ യു. ഒന്നവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ മിസ്സിംഗ് വേർഡ്സ് നിങ്ങളും എഴുതി ചേർക്കുക. ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ പിക്ചർ കൗ. കൗ എന്നാൽ പശു. പശുവിൻ്റെ കുട്ടിയെ കാഫ്. പശുക്കുട്ടിയെ കാഫ് എന്നാണ് വിളിക്കുക. അതവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ പിക്ചർ നോക്കാം. ഡാഷ് പപ്പി. ഏതിൻ്റെ കുട്ടിയെ പപ്പി എന്ന് വിളിക്കുന്നത്?
ഡോഗിൻ്റെ കുട്ടിയല്ലേ, അപ്പോൾ അവിടെ ഡാഷ് ഇട്ട സ്ഥലത്ത് ഡോഗ് എന്ന് എഴുതി വെക്കുക. ഡോഗ്, പപ്പി. നെക്സ്റ്റ് പിക്ചർ ക്യാറ്റ്, കിറ്റൺ. പൂച്ച, പൂച്ചക്കുട്ടി. നെക്സ്റ്റ് ഗോട്ട്, കിഡ്. ആട്, ആട്ടിൻകുട്ടി. നെക്സ്റ്റ് അടുത്തത് പിക്ചർ ഡാഷ്, ചിക്ക്. ഏതിൻ്റെ കുട്ടിയാണ് ചിക്ക് എന്ന് വിളിക്കുന്നത്? ബേർഡ്, ബേർഡ്സ്, ചിക്ക്. നെക്സ്റ്റ് മൂങ്ങ അല്ലേ, മൂങ്ങേനെ എന്താ പറയുക? ഔൾ, ഔളറ്റ്. മൂങ്ങ, മൂങ്ങക്കുട്ടി. ഓക്കെ. അടുത്ത പേജിൽ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ഹാപ്പിനെസ്, സന്തോഷം. എ സീഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്. ഒരു സീഡിന് സന്തോഷമാകുന്നത് അതൊരു റൂട്ടായി, ഒരു വേരായി മാറുമ്പോഴാണ്. എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്. ഒരു റൂട്ടിന് സന്തോഷമാകുന്നത് അതൊരു ബഡ്, മുളയായി മാറുമ്പോഴാണ്. എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. ഒരു മുളയ്ക്ക്, ഒരു ബഡിന് സന്തോഷമാകുന്നത് അതൊരു സ്റ്റെം, തണ്ടായി മാറുമ്പോഴാണ്. എ സ്റ്റെം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. ഒരു തണ്ടിന്, സ്റ്റെമ്മിന് സന്തോഷമാകുന്നത് അതൊരു ഫ്ലവർ, പൂവായി മാറുമ്പോഴാണ്. ഇതുപോലെ താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഒരു ഫാദറിന് സന്തോഷമാകുന്നത് അയാളുടെ ഫാമിലി സേഫ് ആകുമ്പോഴാണ്. അതിൻ്റെ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വേർഡ്സും കൊടുത്തിട്ടുണ്ട്. ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ്. വലത് ഭാഗത്ത് ഗെറ്റ്സ് ലവ്, സ്റ്റുഡൻസ് ലേൺ വെൽ, ഗെറ്റ്സ് കെയർ, ഗെറ്റ്സ് എ ടോയ്, ഫാമിലി ഈസ് സേഫ്. അപ്പോൾ ടീച്ചറിന് മാച്ചായ വലത് ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ടീച്ചറിന് മാച്ചായ വാക്ക് വലത് ഭാഗത്തുള്ളത് സ്റ്റുഡൻസ് ലേൺ വെൽ. അപ്പോൾ ടീച്ചറും സ്റ്റുഡൻസ് ലേൺ വെല്ലും ഉപയോഗിച്ച് നമ്മൾക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹെർ സ്റ്റുഡൻസ് ലേൺ വെൽ. അതുപോലെ തന്നെ മദർ യൂസ് ചെയ്ത് ചെയ്യാം. എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. വലത് ഭാഗത്ത് നിന്ന് ഗെറ്റ്സ് ലവ് യൂസ് ചെയ്തു. ഇനി ഫാദറിൻ്റെത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മളത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കാം. ഗ്രാൻഡ് ഫാദർ. എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് കെയർ. ഗെറ്റ്സ് കെയർ ആണ് എടുത്തെഴുതേണ്ടത്. നെക്സ്റ്റ് അടുത്തത് കിഡ്. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് എ ടോയ്. ഗെറ്റ്സ് എ ടോയ് വലത് ഭാഗത്ത് നിന്ന് എടുത്തെഴുതുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 9. ഹിയർ ഈസ് എ ഷോർട്ട് പോയം എബൌട്ട് എ പാരറ്റ്. റീഡ് ഇറ്റ്. ഇവിടെ പാരറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു പോയം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. ഗ്രീൻ പാരറ്റ്, ഗ്രീൻ പാരറ്റ്, ഗ്രീൻ പാരറ്റ്, ഹൗ ഡു യു ക്രൈ? സ്ക്രീച്ച്, സ്ക്രീച്ച്, സ്ക്രീച്ച് ഗോസ് മൈ ക്രൈ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നൗ റൈറ്റ് 4 lines എബൌട്ട് എ ക്രോ. താഴെ ക്രോൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നേരെ ക്രോയെക്കുറിച്ച് 4 വരി എഴുതുക. ഫസ്റ്റിലൊരു ഹെഡിങ് കൊടുക്കാം. ബ്ലാക്ക് ക്രോ. ക്രോസ് ആർ ലാർജ് ബേർഡ്സ് വിത്ത് ഷൈനി ബ്ലാക്ക് ഫെദേഴ്സ്. ഇറ്റ് സൗണ്ട്സ് ക്രാ ക്രാ. ഇറ്റ് ഫ്ലൈ ഹൈ. നെക്സ്റ്റ് ക്യാറ്റാണ്, പൂച്ച. പൂച്ചയെക്കുറിച്ച് ലൈൻസ് എഴുതാനുള്ള പറഞ്ഞത്. റൈറ്റ് എ സ്റ്റാൻസ എബൌട്ട് എ ക്യാറ്റ്. ഒരു സ്റ്റാൻസ എഴുതുക, അതായത് പൂച്ചയെക്കുറിച്ച് എഴുതുക. നോക്കാം. വൈറ്റ് ക്യാറ്റ്. ഒരു ഹെഡിങ് കൊടുക്കുക. വൈറ്റ് ക്യാറ്റ്, വെളുത്ത പൂച്ച. ഐ ആം എ വൈറ്റ് ക്യാറ്റ്. ഞാനൊരു വെളുത്ത പൂച്ചയാണ്. ഐ ലൈക്ക് ടു മേക്ക് സൗണ്ട് മ്യാവ് മ്യാവ്. ഞാൻ മ്യാവ് മ്യാവ് എന്നുള്ള സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഐ റൺ ഫാസ്റ്റ്. ഞാൻ സ്പീഡിലോടും. ആൻഡ് ഐ ഈറ്റ് റാറ്റ്. ഇനി ആക്ടിവിറ്റി 10 മുതൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.